നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ദൈവം തന്ന എല്ലാ സാവകാശത്തിനും അനുഗ്രഹത്തിനും നന്മയ്ക്കും കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ശിഷ്യത്വത്തെക്കുറിച്ചുള്ള പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആത്മീയ നന്മയ്ക്കും അനുഗ്രഹത്തിനും വിടുതലിനും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ നല്ല ശിഷ്യരായി ജീവിക്കേണ്ടതിന് അനുഗ്രഹമായി തീരുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ധ്യാനിച്ചു പോകാൻ കർത്താവ് കൃപ ചെയ്തു. ശുശ്രൂഷകർ ശിഷ്യന്മാരാരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ച് ദൈവം അവനെ ഏൽപ്പിച്ച അല്ലെങ്കിൽ ആ സഹോദരിയെ ഏൽപ്പിച്ച ശുശ്രൂഷയെ ഗൗരവമായി കാണുന്നവരായിരിക്കണം. ആ ഗൗരവത്തെ നമ്മൾ സെലസ് എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിച്ചത്. അതിനകത്ത് ആ വാക്കിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നിഷ്ഠയോടുകൂടി ജീവിക്കുന്നവനായിരിക്കണം ക്രിസ്തുവിൻ്റെ ശിഷ്യൻ. എങ്ങനെയും ജീവിക്കാൻ അവന് ദൈവത്തിൻ്റെ വചനം അനുവദിക്കുന്നില്ല. ഒരു നിഷ്ഠ വേണം ജീവിതത്തിൽ. 2, കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ നമുക്ക് നല്ല ശുഷ്കാന്തി വേണം. നല്ല ശുഷ്കാന്തി നമുക്ക് വേണം. 3, കർത്താവിൻ്റെ വേലയും ശിഷ്യത്വവും നമ്മൾ പഠിക്കുമ്പോൾ അത് അനുകരിക്കുമ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് ഉത്സാഹമുണ്ടാകണം, പാഷൻ. ഉത്സാഹമില്ലാത്തവർക്ക് കർത്താവിൻ്റെ വേലയോ കർത്താവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ പാഠങ്ങൾ പഠിച്ച് മുന്നേറുവാനോ സാധ്യമല്ല. അതുകൊണ്ട് ഉത്സാഹത്തോടെ വേണം ക്രിസ്തു ശിഷ്യനായിരിക്കാൻ. അടുത്തൊരു വാക്ക്, വളരെ ആവേശമുണ്ടാകണം കർത്താവിൻ്റെ വേലയിൽ. മടുപ്പ് പലതും ഉണ്ടാവും. നമുക്കെതിരെ നേരത്തെ പറഞ്ഞല്ലോ, ലോകം, പിശാച്, നമ്മുടെ ജഡം തന്നെ നമുക്കെതിരാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ അനുവദിക്കത്തില്ല. അപ്പം നമുക്ക് പാഷൻ ഇല്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ പാഷൻ നമ്മുടെ ഹൃദയത്തിൽ ശക്തിയായി ഇല്ലെങ്കിൽ നമുക്ക് മുന്നേറാൻ പറ്റത്തില്ല. നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോകും. കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. അടുത്തൊരു വാക്ക് ഇങ്ങനെയാണ്, സമർപ്പിതരായിരിക്കണം അവർ. നമ്മൾ കേട്ടിട്ടുണ്ട് കത്തോലിക്ക സഭയിലെ നൺസ്, അവരെ പുരോഹിതന്മാരെക്കുറിച്ചൊക്കെ പറയുന്നത് അവർ സമർപ്പിതർ എന്ന് എപ്പോഴും അവർ പറയുന്നത്. അവരെ തന്നെ പരിചയപ്പെടുത്തുന്നതും മറ്റുള്ളവരെ പരിചയപ്പെടുത്തും. സമർപ്പിതരെ എന്ന് വിളിക്കും. എന്നാലത്തെ അവർ ഡെഡിക്കേറ്റഡാണ്. അവരുടെ ലൈഫ് മുഴുവൻ എന്ത് മിഷൻ, എന്ത് വിഷൻ അവർ കൊടുത്തു അതിനകത്ത് അവർ 100% ഇൻപുട്ട് ഇടാൻ അവർ ട്രൈ ചെയ്യുന്നവരാണ്. വിജയിച്ചു നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷേ നമ്മൾ ജഡവും ലോകവും പിശാചും നമുക്ക് എതിരായതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യണം. നമ്മൾ ഉത്സാഹത്തോടെ ശുഷ്കാന്തിയോടെ നമ്മൾ ട്രൈ ചെയ്യണം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സജീവത. സജീവത എന്ന് പറഞ്ഞാൽ എപ്പോഴും സജീവമായി ആക്റ്റീവായി നിൽക്കാനാണ്, ഒരു വൈബ്രൻ്റായി നിൽക്കണം. അങ്ങനെ ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ച് പ്രതികൂലം പലതാണ്. ശരീരത്തിൻ്റെ പ്രയാസം വരും, മാനസിക സമ്മർദ്ദം വരും, ഒരിക്കലും മുന്നോട്ട് പോകാനകത്ത് അത്രമാത്രം പ്രതികൂലം മുന്നിൽ വന്ന് നിൽക്കും. പക്ഷേ അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു സജീവത നിലനിൽക്കുന്ന ഒരു കാരണവശാലും ഒരു സാഹചര്യവും, അതാണ് അപ്പോസ്തലനായ പൗലോസ് നിങ്ങളെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ച് ഉണർത്തുന്നു എന്ന് പറഞ്ഞിട്ട്, ക്രിസ്തുവിലുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരാൾക്കും ഒരു സാഹചര്യത്തെയും ഒരു മൗണ്ടനെയും ഒരു പ്രതികൂലത്തെയും എന്നെ ആ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ സാധ്യമല്ല. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്ത്. അത്രമാത്രം അനുഗ്രഹമാണ് കർത്താവിൻ്റെ സ്നേഹം. യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ച ഒരാൾ പോലും, ഞാൻ ഒന്നുകൂടെ പറയുന്നു, അത് ടേസ്റ്റ് ചെയ്ത, അതിനെ നുകർന്ന, നമ്മൾ ഈ തേനൊക്കെ കഴിക്കുമ്പം അല്ലെങ്കിൽ ചില നല്ല മുട്ടയൊക്കെ കഴിക്കുമ്പോൾ ചില പെട്ടെന്ന് നമ്മൾ കഴിക്കത്തില്ല. അതിനെ ടേസ്റ്റ് ചെയ്ത് രുചിച്ച് അതിൻ്റെ മാധുര്യം, അതിൻ്റെ അതൊക്കെ നിന്ന് നാവിൻ്റെ രസമുകളങ്ങളിൽ അതുണ്ടായി അതിനെ പെട്ടെന്ന് വിഴുങ്ങുന്നതിന് മുമ്പായി അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആസ്വദിച്ച് കഴിക്കുന്ന പോലാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ആസ്വദിക്കുക. ഇതൊരനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ആക്റ്റീവ്, ഡിവോട്ടഡ്, പാഷനേറ്റ്, സ്ട്രോങ് ബിലീവ്, ഡെഡിക്കേറ്റഡ്, ഓൾ ഹാർട്ടഡ് കമ്മിറ്റ്മെൻറ്റ്, ഇതൊക്കെ ക്രിസ്തുവിൻ്റെ ശിഷ്യന് വേണ്ട ഏറ്റവും അതിപ്രധാനമായ ഗുണങ്ങളാണ്. അപ്പോൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോടെല്ലാം ചോദിക്കട്ടെ, ഇതിലെന്തെങ്കിലുമൊക്കെ നമുക്കുണ്ടോ? ഇന്നലെ ഞാനിങ്ങനെ ചില നല്ല ആളുകളുടെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. അത് സെക്കുലർ ഫീൽഡിൽ നിന്നുള്ളവരായാലും ആത്മീയ മണ്ഡലത്തിലുള്ള നല്ലതെടുക്കാൻ വേണ്ടിയാണ്. നമുക്കെന്തെങ്കിലും പഠിക്കാനുണ്ടോ, ക്വാളിറ്റി അവരിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് എടുക്കാനുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ഗ്രോത്തിനെ
തടസ്സമാക്കുന്ന ഒന്നും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യരുത്. നമുക്ക് അതിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കും നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ ഒരു പ്രയാസപ്പെടുത്തുന്നതെന്ന് നമുക്ക് ആത്മാവിൽ തിരിച്ചറിയും ചിലത് നമ്മൾ തുടക്കത്തിൽ തന്നെ. അപ്പോഴേ നമ്മൾക്ക് അതിനേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് താല്പര്യമില്ല, നമ്മളതിനെ മാറ്റിവെക്കും. കാരണം നമ്മുടെ ഉള്ളിൽ എന്താണുള്ളത്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് നല്ലതും ഡു ആൻഡ് ഡോട്ട് എന്ന് പറഞ്ഞാൽ അരുതെന്ന് പറയുന്നതിനെ വിലക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പം പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളതായിരിക്കും ഒരു ആത്മീയൻ എപ്പോഴും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ ഇഷ്ടത്തെ തിരിച്ചറിയുന്നവനാണ് ആര്? കർത്താവിൻ്റെ ശിഷ്യനെന്ന് പറയുന്നത്. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം, റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന കാര്യം ഇന്ന് പറഞ്ഞ് അത് നിർത്താനാണ്. ഒരു ശിഷ്യൻ മറ്റൊരു ശിഷ്യനെ ഉളവാക്കണം. അപ്പോൾ അങ്ങനെ ഉളവാക്കിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് പ്രതികൂലം ഭയങ്കരമാണ്. മറ്റൊരു ശിഷ്യനെ ഉളവാക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ചലഞ്ചസ്, അതിനെക്കുറിച്ച് പെട്ടെന്നൊന്ന് പറഞ്ഞ് നിർത്താനാകും. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ എൻ്റെ അനുകാരികളായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൗലോസിനെ അനുകരിക്കുക, പൗലോസിൻ്റെ ജീവിത മാതൃകയെ പിന്തുടരുക എന്ന് പറയുമ്പോൾ തന്നെ പൗലോസിൽ ഒരാൾ ജീവനോടെയുണ്ട്. ആരാ? ക്രിസ്തു. പൗലോസിൽ ക്രിസ്തു വസിക്കുന്നു. ക്രിസ്തു വസിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് പറയാൻ നമുക്ക് 100% പറ്റും. എങ്ങനെ പറ്റും? എന്നെ അനുകരിക്കാൻ നമുക്ക് പറയാൻ പറ്റും, എന്നെ മാതൃകയാക്കാൻ പറ്റും. അപ്പം നമ്മളെ മാതൃകയാക്കാൻ നമ്മൾ ഒരാളിനോട് പറയണമെങ്കിൽ നമുക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തിയിൽ ക്രിസ്തു സ്വഭാവം മാതൃക നമുക്കുണ്ടായിരിക്കണമെന്ന് നമുക്കും ബോധ്യമാകും. നമ്മളെ അനുകരിക്കുന്ന നല്ല ക്വാളിറ്റികൾ നമ്മളെ പിന്തുടരാൻ ആഗ്രഹിക്കും. അപ്പോൾ പൗലോസിന് ആ ഉറപ്പ് ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്നു. ആത്മാവിൽ പൗലോസ് പറയുന്നത്, നിങ്ങൾ എൻ്റെ അനുകാരികളായിരിപ്പീൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കാൻ. അപ്പോൾ തന്നെ പൗലോസ് നേരിട്ട ശിഷ്യത്വത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പൗലോസ് നേരിട്ട ചില പ്രയാസങ്ങളുണ്ട്. റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വർധനവിന് വേണ്ടിയാണ് ഒരു ശിഷ്യനെ ദൈവം വിളിച്ചിരിക്കുന്നത്. അവൻ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മറ്റു പലരെയും ക്രിസ്തുവിൽ ഉളവാക്കണം, ക്രിസ്തുവിൽ ജനിപ്പിക്കണം. അതൊരു വലിയ പ്രധാനപ്പെട്ട പ്രോസസ്സാണ് ശിഷ്യൻ്റെ. അപ്പോൾ തന്നെ തടസ്സങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഒബ്സ്റ്റക്കിൾസ്, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ചില തടസ്സങ്ങൾ ഞാൻ നിങ്ങളെ പെട്ടെന്ന് വചനത്തിൽ നിന്ന് എടുത്തു കാണിക്കാം. കൂടെ നിൽക്കുന്നവർ വിട്ടുപോകുന്ന അനുഭവം. ഒന്നിടെ ഞാൻ പറയുന്നു, കൂടെ നിൽക്കുന്നവർ വിട്ടുപോകുന്നു. നമ്മൾ ഒത്തിരി പ്രതീക്ഷ അർപ്പിച്ച് അവരെ ട്രെയിൻ ചെയ്ത് അവരെ ക്രിസ്തുവിൽ വചനം കൊടുത്ത്, വാത്സല്യം കൊടുത്ത്, സ്നേഹം കൊടുത്ത് വചനത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന പെട്ടെന്ന് ഒരു ഡിസപ്പിയർ ആകും. ഭയങ്കര പെയിനാണ് അത് ഏറ്റെടുക്കുന്നത്. അതിലൂടെ കടന്നു പോകുന്നത് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ പൗലോസ് ഇത് ആഴമായി അനുഭവിച്ചിട്ട് താൻ എഴുതുകയാണ്. ഒന്ന് വായിച്ചേ, 2 തിമോത്തി 4:9-10. 2 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് 9 and 10. ഒരാളൊന്ന് വായിച്ചാട്ടെ പെട്ടെന്ന്. 2 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് 9 and 10. മതി. ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടു. നല്ലൊരു ശിഷ്യനാക്കി ദേമാസിനെ വളർത്തിക്കൊണ്ടുവരാൻ പൗലോസ് ആഗ്രഹിച്ച് ട്രെയിൻ ചെയ്യിക്കുകയാണ്. അപ്പോൾ എന്തു ചെയ്തു? വിട്ടുപോയി. ഭയങ്കര വിഷമം പൗലോസിന്. കാരണം തിമോത്തിയോസിനെ പോലെ, തീത്തോസിനെ പോലെ, ഫിലോമോനെ പോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു ശുശ്രൂഷകനായി വളർന്നു വരുമെന്നും വളർത്തിയെടുക്കണമെന്നും അതിന് ആ ദേമാസിൻ്റെ മേൽ പൗലോസ് ഇൻവെസ്റ്റ് ചെയ്തു. സ്പിരിച്വൽ ക്വാളിറ്റികൾ ഇൻവെസ്റ്റ് ചെയ്തു. പ്രാർത്ഥിച്ച് കാണും, ട്രെയിൻ ചെയ്ത് കാണും. പക്ഷേ എന്തു ചെയ്തു? ഒരു ഘട്ടം വന്നപ്പം ലോകത്തോട് സ്നേഹം കൂടിയിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറി പോയപ്പോൾ പൗലോസിനുള്ള വിഷമത്തെ പൗലോസ് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുക. അപ്പോൾ അവിടെ നിൽക്കട്ടെ. രണ്ടാമത്, ഇനി പൗലോസിന് ദോഷം ചെയ്തവരുണ്ട്. അവരെക്കുറിച്ച് പറയുന്നു 2 തിമോത്തി 4 അതിൻ്റെ 14, 15 and 16. 2 തിമോത്തിയോസ് 4 അധ്യായം 14, 15, 16. മതി. അപ്പോൾ ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ച് പൗലോസ് ഫേസ് ചെയ്യുന്ന അടുത്തൊരു ആത്മീയ അനുഭവം, ആരും കൂടെ നിൽക്കുന്നില്ല, എല്ലാവരും പോവുക.
എന്താ കാര്യം? സത്യം പറയുന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ ക്വാളിറ്റിയിൽ ഒരുവൻ നിൽക്കുന്നു. ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയും, നിങ്ങളെ ചലഞ്ച് ചെയ്ത് പറയുകയാണ്, നിങ്ങൾ സത്യത്തിന് വേണ്ടി നിൽക്കാൻ തുടങ്ങുമ്പോൾ പലരും നിങ്ങളെ വിട്ടുപോകും. നിങ്ങൾ ടെസ്റ്റ് ചെയ്തു, ജീവിതത്തിൽ ടെസ്റ്റ് ചെയ്തു. വചനത്തിനു വേണ്ടി, സത്യത്തിനു വേണ്ടി നിങ്ങളൊന്ന് എഴുന്നേൽക്കാമെങ്കിൽ ലോകം നിങ്ങളോട് എതിർക്കും, അത് സ്വാഭാവികം. 2, ജഡം നിങ്ങളോട് എതിർക്കും, സ്വാഭാവികം. 3, ലോകത്തിൻ്റെ പ്രഭുവായ പിശാച് നിങ്ങളോട് എതിർക്കും, സ്വാഭാവികം. പക്ഷെ കൂടെ നിൽക്കുന്നവരാണെങ്കിലോ? എന്നാലോചിച്ച് നോക്കിയേ. അപ്പോൾ മറ്റേത് നമുക്കറിയാം, ലോകവും ജഡവും പിശാചുമൊക്കെ നമ്മളെ എതിർക്കും എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ച്, നമ്മളവരെ വളർത്തി, ഹൃദയത്തിനകത്ത് സ്നേഹം കൊടുത്ത്, വാത്സല്യം കൊടുത്ത്, ആ സമയം നിങ്ങളിതിൻ്റെ ഒരു സ്റ്റാറ്റസ് മനസ്സിലാകണമെങ്കിൽ നമുക്കെപ്പോഴും നമ്മൾ ഒത്തിരി പേരെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹനിമിത്തം. പക്ഷേ അവരെ നമ്മൾ അവരുടെ നന്മയ്ക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് അവർ റൂട്ട് തെറ്റുമ്പോൾ റൂട്ട് തിരിച്ചു വിടാൻ അല്പം കനഭാവത്തിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവർ ഒഫൻഡഡ് ആവും. അവർക്കത് മനസ്സിലാക്കാനുള്ള പക്വത വന്നിട്ടില്ല. അവർ വിട്ടുപോകും. അത് ഭയങ്കര പെയിനാണ്, ഹൃദയത്തിനകത്ത് ഭയങ്കര പെയിനാണ്. ഒരു സത്യം പറയുമ്പോൾ, സ്നേഹത്തോടെ പറയുമ്പോൾ, വാത്സല്യത്തോടെ പറയുമ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു പോകുന്നതൊരു പെയിനാണ്. ഇവിടെ ഒത്തിരി ദോഷവും കൂടെ ചെയ്തിട്ടാണ് പോയ പൗലോസിന്. പോകുന്നത് മാത്രമല്ല, ദോഷം ചെയ്തിട്ട് പോവുക. അപ്പോൾ അത് ഭയങ്കര പെയിനാണ്, അല്ലേ? പൗലോസ് ഭയങ്കര വിഷമത്തോടാണ് പറയുന്നത്, എനിക്ക് ഒത്തിരി ദോഷം ചെയ്തു. അപ്പോൾ സഭയ്ക്ക് വേണ്ടി നിന്നതുകൊണ്ടല്ലേ, സഭയുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നിന്നതുകൊണ്ടല്ലേ, സഭയ്ക്ക് വേണ്ടി സത്യം സംസാരിക്കുന്നത് കൊണ്ടല്ലേ, തൻ്റെ സ്വന്തമായ എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് ഉപരിയായി ദൈവസഭയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ നടപ്പിൽ വരുത്തേണ്ടതിന് വേണ്ടി എടുക്കുന്ന സ്റ്റെപ്പിനകത്ത്, സത്യത്തിലെടുക്കുന്ന സ്റ്റെപ്പിനകത്ത് ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ. അപ്പോൾ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പം പറയുക, എനിക്ക് ഭയങ്കര പ്രശ്നമാണ് കുഞ്ഞേ, ഞാൻ ഒത്തിരി ഫേസ് ചെയ്യുമോ, എനിക്ക് പ്രയാസമാണ്. അപ്പോൾ പൗലോസ് പറയുകയാണ്, എനിക്ക് ലോകം വിട്ട് പോയാൽ മതി, ലോകം എനിക്ക് യോഗ്യമല്ല. ഞാൻ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ എന്നെ പലരും എതിർക്കുകയാണ്, കല്ലെറിയാണ്, പ്രശ്നം ഉണ്ടാവുകയാണ്. പക്ഷേ പൗലോസ് അപ്പം തന്നെ പെട്ടെന്ന് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കങ്ങനെ പോകാനൊക്കത്തില്ല, ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് എനിക്ക് അത്യുത്തമമെങ്കിലും കർത്താവ് എനിക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ട്, അത് തികച്ചിട്ട് പോകുന്നതാണ് അവനോടുള്ള എൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്, അവനോടുള്ള എൻ്റെ വിശ്വസ്തത. അതുകൊണ്ട് എത്ര പെയിൻ വന്നാലും, എത്ര ഐസൊലേറ്റഡ് ആയാലും, എത്രമാത്രം നമ്മളെ ഉപദ്രവിച്ചെന്ന് കണ്ടാലും, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ച് ഭയങ്കര പെയിൻഫുള്ളാണ് ഈ ലോകത്ത് അവൻ ജീവിക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. സുഖപ്രദമായൊരു യാത്രയല്ല ക്രിസ്തുവിൻ്റെ ശിഷ്യനായി ലോകത്ത് മുന്നേറുക, മുന്നോട്ട് പോകുക എന്നുള്ളത്. അത് നല്ലവണ്ണം മനസ്സിലാക്കി ക്രിസ്തു ശിഷ്യർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർ വീണു പോകാതിരിക്കാൻ, തകർന്നു പോകാതിരിക്കാൻ, പെയിൻ വന്നിട്ടിട്ടിട്ട് പോകാതിരിക്കാൻ നാം പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ വളരെ ദോഷം ചെയ്തു. അവനെ തിമോത്തിയോസിനെ ഉപദേശിക്കുക, തിമോത്തിയോസിനെ ട്രെയിൻ ചെയ്യുക. അങ്ങനെയുള്ളവരെയൊക്കെ നീ സൂക്ഷിച്ചോണം. നീ കൃപാവരം, വിവേചനത്തിൻ്റെ കൃപാവരം നിനക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നിനക്കും അവൻ നാളെ ദോഷം ചെയ്യുമ്പം തിരിച്ചറിയാൻ ഒക്കാതെ വണ്ണം നീ പലതിലും കുടുങ്ങിപ്പോകും, വിശ്വസിച്ചു പോകും. അതുകൊണ്ട് തിമോത്തിയോസേ, എൻ്റെ മകനെ, എൻ്റെ നിജപുത്രനെ, എൻ്റെ ആത്മീയ മകനെ, നീ സൂക്ഷിക്കണം. നീ ലോകത്ത് നിൽക്കുമ്പോൾ എല്ലാം കാണുന്നതിനകത്ത് നീ അങ്ങനെ വിശ്വസിക്കരുത്. കാരണം ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ കൃപയുടെ ആ വരം നിനക്ക് തരും. അത് നീ ജ്വലിപ്പിക്കണം. കാരണം ജ്വലിപ്പിച്ചില്ലെങ്കിൽ നീ കുടുങ്ങിപ്പോകും. ഞാൻ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കേണ്ടി വരും. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിന്നോട് പറയുകയാണ്. നീയും വീണു പോകരുത്, കുടുങ്ങിപ്പോകരുത് എന്ന് സ്നേഹബുദ്ധിയ ഉപദേശിക്കുകയാണ്. സാമർഥ്യത്തോടെ ദൈവത്തിൻ്റെ വേല ചെയ്യണം. അടുത്തത് 2 തിമോത്തിയോസ് 1:13 മുതൽ 15 വരെ വായിക്കാം. 2 തിമോത്തി അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെ ഒന്ന് വായിച്ചേ.
സ്തോത്രം. മതി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചത് 13 മുതലുള്ള വാക്യങ്ങൾ. എന്നോട് കേട്ട പഥ്യവചനം നീ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കി ജീവിക്കണം. 2, ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് പറയുന്നു, ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി. ഭയങ്കര പെയിനല്ലേ? ഒരുപോലെ ആളുകൾ പോകുകയെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ ദേവദാസൻ അനുഭവിക്കുന്ന പ്രയാസം? അപ്പോസ്തലനാ. അപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നു എല്ലാവരും ഒരുപോലെ വിട്ടുപോകണമെങ്കിൽ അയാൾ എന്തോ കുഴപ്പം ചെയ്തിട്ടുണ്ട് അല്ലേ? ലോകത്തിൻ്റെ പ്രമാണം അങ്ങനെ വരത്തുള്ളൂ അല്ലേ? എല്ലാവരും വിട്ടുപോയിട്ടുണ്ട്, അയാളാണ് അതിനകത്തെ കൾപ്രിറ്റ് അല്ലേ? ദൈവത്തിന് സ്തോത്രം. ലോകത്തിൻ്റെ പ്രമാണം അനുസരിച്ച് അങ്ങനെയല്ല. ഇപ്പോൾ ഇവിടെ പറയുന്നതാണ് എല്ലാവരും തന്നെ വിട്ടുപോയി. എന്നിട്ട് എഴുതിയാണ്, നീ അത് അറിഞ്ഞിരിക്കണം, ഫുഗലോസും ഹെർമഗനേസും, 2 പേരുടെ പേരെടുത്തു പറഞ്ഞിട്ട് പറയുകയാണ്, ആ കൂട്ടത്തിലുള്ളവരാകുന്നു. അപ്പം ആ 2 പേർ പൗലോസിന് കുറച്ചുകൂടെ പ്രിയപ്പെട്ടവരായിരുന്നു എന്നതിൻ്റെ അർത്ഥം. എല്ലാവരും പോയവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട 2 പേരൂടെ പോയതൂടെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണ്, അവരും എന്നെ വിട്ടുപോയി. എന്നിട്ട് പറയുകയാണ്, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോറസിൻ്റെ കുടുംബത്തിന് കർത്താവ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തണുപ്പിക്കുന്നവരുമുണ്ട്, വിട്ടുപോകുന്നവരുമുണ്ട്, തണുപ്പിക്കുന്നവരുമുണ്ട്. ഞാൻ പറഞ്ഞ ശിഷ്യത്വത്തിൻ്റെ പാഠം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവരും അനുകൂലമായി നിൽക്കത്തില്ല ഈ ലോകത്ത്. കാരണം സ്നേഹത്തിൽ സത്യം സംസാരിക്കണമെന്നാണ് വചനം പറയുന്നില്ലേ? അപ്പോൾ സത്യം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, സത്യത്തിന് വേണ്ടി നിൽക്കാൻ തുടങ്ങുമ്പോൾ നമ്മെ വിട്ടുപോകുന്ന ആളുകളുടെ എണ്ണം ഈ ലോകത്ത് കൂടി വരികയും. ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ വചനം വളരെ കർശനമായി കൃത്യമായി സ്നേഹത്തിൽ അങ്ങോട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പലരും പോവും. സത്യമല്ലേ? പലരും പോവും. കാരണം അവർ പറയുന്ന ആളിനെയാണ് നോക്കുന്നത്, പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും ആലോചിക്കത്തില്ല, അതറിയത്തില്ല. അതാണ് അതിനകത്തെ വിഷയം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പൗലോസ് കർശനക്കാരനായിരുന്നു, കർക്കശക്കാരനായിരുന്നു, സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത് നിൽക്കാൻ തയ്യാറാണ്. സഭയെ ഒരിക്കലും, കാരണം ദുരുപദേശകർക്കെതിരെ, സഭയ്ക്കകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർക്കെതിരെയൊക്കെ പൗലോസ് ഇങ്ങനെ വാളും എടുത്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ പൗലോസിന് എതിർപ്പ് കൂടുക, സഭയ്ക്കകത്ത് എതിർപ്പ് കൂടുക, പലരും എന്നിട്ട് വിട്ടുപോവുക, ദോഷം ചെയ്യുന്നവർ വർദ്ധിച്ചു വരിക. ഇപ്പോൾ ഒരു ശിഷ്യനെ സംബന്ധിച്ച് അവൻ സത്യത്തിന് വേണ്ടി ക്രിസ്തു ശിഷ്യൻ്റെ ക്വാളിറ്റിയിൽ നിൽക്കാൻ ശ്രമിക്കുമ്പോൾ വിട്ടുപോകും, ദോഷം ചെയ്യും, പലരും പ്രശ്നങ്ങളുണ്ടാക്കും, പ്രയാസം ഉണ്ടാക്കും. ഇതൊരു വലിയ ആത്മീയ സത്യമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരെയും പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ വേല ചെയ്യാൻ ഒരിക്കലും ഒരാളിനും സാധ്യമല്ല. എല്ലാവരുടെയും ഗുഡ് ബുക്സിനകത്തെ നല്ല ആളായി പേരെഴുതിക്കൊണ്ട് ഒരാൾക്കും ഈ ലോകത്ത് കർത്താവിൻ്റെ വേല ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്ന ആളെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് പറയാം, അവർ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനല്ല, അവർ സ്തോത്രം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. കരമത്തി കർത്താവിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇനിയുണ്ട് ആൾ. ഇനിയും വായിച്ചാട്ടെ. 2 തിമോത്തി 2:14 മുതൽ 18 വരെ. 2 തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം, അതിൻ്റെ 14 മുതൽ 18 വരെ. ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, വചനം നല്ലതുപോലെ ശ്രദ്ധിച്ചു പഠിക്കണം. കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതിനല്ലാതെ. അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരാളിൻ്റെ ആത്മീയമായി അവർക്ക് ക്ഷീണമുണ്ടാക്കുന്നതല്ല, ആത്മീയമായി അവരെ എക്വിപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ വേണം സംസാരിക്കാൻ. അപ്പോൾ എന്തു ചെയ്യും? കേൾക്കുന്നവരെ മറിച്ച് കളയുക, അവരുടെ ആത്മീയത്തെ തകർത്ത് കളയുക. അപ്പം അങ്ങനെ വാഗ്വാദം ചെയ്യുക, എന്നിട്ട് അങ്ങനെ ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷ്യമാക്കി അവരെ ഓർമ്മപ്പെടുത്തണം. അങ്ങനെയുള്ളവർ സഭയ്ക്കകത്തുണ്ട്. അങ്ങനെയുള്ളവരെ എന്തു ചെയ്യണം? തിമോത്തിയോസിനോട് പറയാം, അവരെ നീ ഓർമ്മപ്പെടുത്തണം. അങ്ങനെ ചെയ്യരുത്. സഭയ്ക്കകത്ത് സഭ കർത്താവിൻ്റെ ശരീരമാകേണ്ടത് മൂല്യമുള്ളതാണ്, അത് ക്വാളിറ്റി ഉള്ളതാണ്. അതിനെ തകർക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്.
വാഗ്വാദ പ്രതിവാദങ്ങൾ സഭയ്ക്കകത്തുണ്ടാവരുതെന്ന് കൃത്യമായിട്ട് പറയുക, ദൈവത്തിൻ്റെ വചനത്തിനകത്ത് സ്തോത്രം. എന്നിട്ട് പറയുക, നീ എന്ത് ചെയ്യണം? നീ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ ശ്രമിക്കുക. ട്രൈ. ഭയങ്കര കനമുള്ള, ഒത്തിരി ചിന്തനീയമായ, ഗൗരവമുള്ള കാര്യമാണ് പൗലോസ് തിമോഥെയോസിനെ പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ് സ്തോത്രം, ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്കെന്താ? അർബുദവാദി പോലെ. ഞാൻ പറയാം, സഭയ്ക്കകത്തൊരു ചെറിയ നെഗറ്റീവ് സംസാരം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സ്പ്രെഡാവും. ഇറ്റ്സ് എ ക്യാൻസറസ് വേർഡ്. നെഗറ്റീവിനാണ് കൂടുതലും പ്രാധാന്യം കിട്ടുന്നത്. കാരണം മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ പെട്ടെന്ന് നോക്കി ഒരു വാക്ക് നമ്മൾ കേട്ട പെട്ടെന്ന് പോസിറ്റീവായിട്ടല്ല നമ്മുടെ ചിന്ത പോകണം. കാരണം നമ്മൾ ഫ്ലഷിലിരിക്കുന്നത് കൊണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. നമ്മൾ എന്താ പഠിച്ചേ? നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ പഠിച്ചു, ഫാമിലി കോൺഫറൻസിന് പഠിച്ചു. ഏത് മനുഷ്യൻ്റെയും 5 പഞ്ചേന്ദ്രിയങ്ങളും കറപ്റ്റഡാണ്. നമുക്ക് ഫാമിലി കോൺഫറൻസിന് വന്നവർക്കറിയാം, കണ്ണ് കറപ്റ്റഡാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു ചെവി കറപ്റ്റഡാണ്, നാവ് കറപ്റ്റഡാണ്. എങ്ങനെ? ബിക്കോസ് ഓഫ് ദ സിൻ. അകത്തെ മനുഷ്യനെ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ള വലിയ ദൗത്യം നമ്മളെ ദൈവേൽപ്പിച്ചിരിക്കുക പരിശുദ്ധാത്മാവിൽ. കാരണം അരുതാത്തരത്തേക്ക് കണ്ണുപോകും. അരുതാത്തരത്ത് നമ്മുടെ വാക്കുകൾ വായിൽ നിന്ന് ഉതിർന്നു വീഴും. അരുതാത്തത്, നല്ലത് കേൾക്കുന്നതിനേക്കാൾ അരുതാത്തത് കേൾക്കാനാണ് ചെവി പലപ്പോഴും ആഗ്രഹിക്കുന്നത്. അരുതാത്തത് നുണയാൻ, അരുതാത്തത് സ്പർശനത്തിലൂടെ പോകുവാൻ ജഡം ആഗ്രഹിക്കുമ്പോൾ അതിനെ ട്രെയിൻ ചെയ്ത് എടുക്കുക എന്ന ആത്മാവിൻ്റെ ഒരു വലിയ സാന്നിധ്യം ഹൃദയത്തിനകത്തില്ലെങ്കിൽ ആ ട്രെയിനിങ്ങിൽ നമ്മൾ പരാജയപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, അടുത്ത വായിച്ചു പോനെ, ഹുമനയോസും ഫിലേത്തോസും ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ടുതെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയും. അപ്പൊ സഭയ്ക്കകത്ത് വിശ്വാസം മറിച്ചു കളയുന്നവരുണ്ടാകും. വിശ്വാസം മറിച്ചു കളയുന്നവർ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത് തിമോഥെയോസിനോട്. ശക്തമായ ദൈവിക ആഹ്വാനം കൊടുക്കുകയാണ്. സ്തോത്രം. നിങ്ങൾ ഈ വാക്യം ഒന്ന് പെട്ടെന്ന് എടുത്ത് വായിക്കണം. ഒരു 5 മിനിറ്റേ ഉള്ളൂ, 5 മിനിറ്റ്. ഈ വാക്യം എടുത്ത് വായിക്കണം. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഡ്യൂട്രോണമി ചാപ്റ്റർ 23 വേഴ്സ് 14. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കും. അവിടെ നിർത്തിക്കാട്ടെ. പാളയത്തിൻ്റെ മധ്യേ സ്വർഗത്തിലെ ദൈവം നടക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സഭയ്ക്കകത്ത് കർത്താവ് നടക്കുന്നു എന്ന്? വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ കേട്ടോ. എല്ലാത്തിനും വിശ്വാസി എന്ന് പറയാൻ ഒക്കത്തില്ല. വചനത്തെ വിശ്വസിക്കുന്നവർ, അവരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. അപ്പം നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിക്കാൻ, നല്ല കാര്യത്തിനല്ലേ? പാളയത്തിൻ്റെ നടുക്ക് നടക്കുന്നത് നല്ല കാര്യത്തിനല്ലേ? നെഗറ്റീവായ ഒരു കാര്യത്തിനാണോ കർത്താവ് നടക്കുന്നത്? 2, ശത്രുക്കളെ. അപ്പം നമുക്ക് ശത്രു ഉണ്ട് എന്ന് കൃത്യമായി പറയുന്നു. ശത്രു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്രയുണ്ട്? എനിക്കൊരു ശത്രുക്കളുണ്ട്. ലോകം ശത്രുവാ, ജഡം ശത്രുവാ, പിശാച് ശത്രുവാ. നമ്മളെ ഇതിനെ മനസ്സിലാക്കാതെ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം ഒരു ബിലീവറിൻ്റെ, ഒരു ക്രിസ്തു ശിഷ്യൻ്റെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ച്, അപ്പം നമ്മുടെ കയ്യിൽ ശത്രുവിനെ ഏൽപ്പിച്ചു തരും, നിന്നെ രക്ഷിക്കും. അതുകൊണ്ട് ആ ഒരു 2 റീസൺ കൊണ്ട് പാളയത്തിൻ്റെ മധ്യേ നടക്കുക, കർത്താവ് ഉലാവുക. അപ്പം ശുശ്രൂഷ ഗൗരവമുള്ളതാണോ? ഒന്ന് പറഞ്ഞേ. ശുശ്രൂഷക്കാർ ഗൗരവമുള്ളതാണോ? പാളയത്തിൻ്റെ മധ്യേ അവൻ്റെ മഹാശക്തിയും അവൻ്റെ മഹത്വവും അവൻ്റെ തേജസ്സും ഇറങ്ങി നിന്ന് അവൻ ഇതിലൂടെ നടക്കുക. നമ്മൾ വന്നിരിക്കുന്നത് എങ്ങനെ? ലാഘവത്തോടെ. അതാണ് ശുശ്രൂഷയും സഭയും സഭായോഗവും ഏറ്റവും ഗൗരവമായിട്ട് കാണണം. അത് പറഞ്ഞാൽ നമുക്ക് പ്രയാസമല്ലേ? നമ്മൾ സഭ വിട്ടുപോകും. അങ്ങനെയൊക്കെ കൂടുതൽ ശക്തമായിട്ടൊന്നും പറയരുത്. എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണം സഭയ്ക്കകത്ത്, എനിക്ക് എൻ്റെതായ രീതിയിൽ എനിക്ക് പോകണം. നോ. പാളയത്തിൻ്റെ മധ്യേ വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവ് ഉലാവുന്നു.
പാളയത്തിൻ്റെ മധ്യേ നടക്കുന്നു. അതുകൊണ്ട് എന്തു ചെയ്യുന്നു? നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. ഞാൻ 3 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ മനസ്സാകുന്ന ടെൻ്റ്, പാളയം. കർത്താവ് ഹൃദയത്തിൽ വസിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ്, അവൻ്റെ ജീവനുള്ള സാന്നിധ്യം ഹൃദയത്തിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ ദൈവമക്കളാണോ? ഇല്ലാത്തവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല കേട്ടോ. നോ, നെവർ. ദൈവത്തെ ഭയപ്പെടുന്നവരുണ്ട്, അവരാണ് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട്, അവരാണ് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. ദൈവത്തെ ആ റവറൻസിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മഹത്വം ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നവരാ ദൈവത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. അല്ലാത്തവരെവിടെ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നത് ചുമ്മാതാ. അപ്പോൾ വൃത്തികേട് കണ്ടിട്ട് നിന്നെ വിട്ടകന്നാൽ എന്തു ചെയ്യും? ശത്രു കയറും. കർത്താവ് സാന്നിധ്യം പോയി കഴിഞ്ഞാൽ നിന്നെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല പലതിൽ നിന്നും. അപ്പോൾ നിൻ്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. അപ്പോൾ ഹൃദയ പാളയം ശുദ്ധിയുള്ളതായിരിക്കണോ? വചനം പറയുന്നു, യേശുക്രിസ്തു നിന്നിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുന്നു. അപ്പോൾ ഈ പാളയം വിശുദ്ധിയിൽ, ശുദ്ധിയിൽ സൂക്ഷിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. 2, നമ്മുടെ ഭവനം ഒരു പാളയമാണ്. കർത്താവിന് വസിക്കാനുള്ള പാളയമാണ് നമ്മുടെ ഭവനം.